തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഏറ്റവും അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് വലിയ പ്രതീക്ഷയുമായി BJP നിൽക്കുകയാണ്. എനിക്കൊപ്പം ഉള്ളത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. സ്വാഗതം ശ്രീ കെ സുരേന്ദ്രൻ. സാധാരണ നിലയ്ക്ക് അപ്പുറത്തേക്ക് BJPക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മാധ്യമങ്ങളാണെങ്കിലും അങ്ങനെ വിലയിരുത്തുന്നു. BJPയുടെ ക്യാമ്പയിൻ അടക്കം അങ്ങനെയുണ്ട്. കാരണം നിങ്ങൾ പ്രതിപക്ഷത്തേക്കൊരു MP വിടണോ അതോ ഭരണപക്ഷത്തേക്ക് വിടണോ എന്നുള്ള ക്യാമ്പയിൻ, ഇതൊക്കെ സാധാരണ ജനങ്ങൾക്കിടയിലും ചർച്ചയാകുന്നുണ്ട്. അതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് BJP സംസ്ഥാനത്ത് ഒരിടത്തും രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല എന്നുള്ളത്. അതായത് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്ന ഒരു പാർട്ടിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് പിണറായി വിജയൻ ലക്ഷ്യം വെക്കുന്നത്? എന്താണ് BJP ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? പിണറായി വിജയൻ തീവ്ര ചിന്താഗതിക്കാരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കാരണം BJPയെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, BJPയെ ഞങ്ങൾ നേരിടുന്നു എന്ന് ജനങ്ങൾക്കിടയിൽ വരുത്താൻ വേണ്ടി, UDF-നേക്കാളും വലിയ BJP വിരുദ്ധര് ഞങ്ങളാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു പ്രചാരണമാണത്. ഞങ്ങള് രണ്ടാം സ്ഥാനത്താവുമോ, ഒന്നാം സ്ഥാനത്താവുമോ, മൂന്നാം സ്ഥാനത്താവുമോ, LDF മൂന്നാം സ്ഥാനത്താവുമോ, രണ്ടാം സ്ഥാനത്താവുമോ, ഒന്നും അങ്ങനെ ഒരു വ്യക്തിക്ക് പ്രവചിക്കാൻ കഴിയുന്നതല്ല. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. പിണറായി വിജയന് കേരള സംസ്ഥാനത്തുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് ജനപിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് കേരളത്തിലുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വിശ്വാസ്യതയും അദ്ദേഹത്തിനുള്ള പിന്തുണയും കേരളത്തിൽ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രചാരണ വിഷയമെന്ന് ഞാൻ ചോദിക്കട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയും. പണ്ടൊക്കെ LDF-ന്റെയോ UDF-ന്റെയോ പ്രചാരണ മുദ്രാവാക്യങ്ങളാണ് ജനം ഏറ്റെടുത്തിരുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പാണ് LDF, അതായിരുന്നു ചർച്ച ചെയ്ത ഒരു വിഷയം. ഞങ്ങൾ പറഞ്ഞതും UDF പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്തത്, എല്ലാവരും ചർച്ച ചെയ്തത് ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഉറപ്പാണ് LDF എന്നുള്ളത്. അപ്പൊ ആ ഉറപ്പാണ് LDF അന്ന് ചർച്ച ചെയ്തു. ഇന്നിപ്പോ എല്ലാ മുന്നണികളെയും വെച്ച് നോക്കിയാൽ ജനം ചർച്ച ചെയ്യുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്നാണ്. മോദിയുടെ ഗ്യാരണ്ടിയെ സംബന്ധിച്ചുള്ള വാദവിവാദങ്ങളും ചർച്ചകളും ആണ് ഇന്ന് കേരളം മുഴുവൻ നടക്കുന്നത്. അതിനർത്ഥം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട മോദിജി നിശ്ചയിക്കുന്നതാണ്, മോദിയുടെ ഡെവലപ്മെന്റ് ആണ്. കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ 10 വർഷം കിട്ടിയിട്ടുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് സംസ്ഥാനത്തൊട്ടാകെ ഇൻഫ്രാസ്ട്രക്ചറിലും മറ്റും ഉണ്ടായിട്ടുള്ള വികസനം മറുവശത്ത്. തീർച്ചയായിട്ടും ഇത്തവണ ഞങ്ങൾക്ക് വളരെ വലിയൊരു എഡ്ജുണ്ട്. ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് മോദിയിലാണ്. മൂന്നാം സർക്കാർ മോദിയുടേത് വരും, അത് വലിയ ഭൂരിപക്ഷത്തിൽ വരും. അപ്പോൾ കേരളവും പരിഗണിക്കപ്പെടണം എന്നുള്ള ആശ ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമാണ്. ഈ മോദി അദ്ദേഹം പ്രധാനമന്ത്രി പലതവണ സാധാരണഗതിയിൽ വരുന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ ക്യാമ്പയിനുമായി എത്തുന്നുണ്ട്. പക്ഷെ അപ്പോ ഇടതുപക്ഷവും UDF-ഉം ഒക്കെ ചൂണ്ടിക്കാണിക്കുക ഇനി മോദി ഇവിടെ വന്നങ്ങ് സ്ഥിരതാമസമാക്കിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ. ഈ സംവേദനക്ഷമത എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട് മനുഷ്യന്. അതായത് മനുഷ്യൻ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ, ഒരു ആശയം ജനങ്ങളുമായിട്ട് കൺവേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതികരണങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു സംവേദനക്ഷമത ശരിയായി അളക്കുന്ന, അല്ലെങ്കിൽ അത്രയും ജനങ്ങളുമായിട്ട് സംവേദനക്ഷമതയുള്ള ഒരു നേതാവും ഇന്ന് ഇന്ത്യയിലില്ല. അദ്ദേഹത്തിന് കേരളത്തിൽ വരുമ്പോൾ ശരിയായ നിലയിൽ മനസ്സിലാവുന്നുണ്ട് കേരളീയർ എങ്ങനെയാണ് മാറി ചിന്തിക്കുന്നത്, അവരുടെ മനോഗതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അവരുടെ ചിന്താഗതിയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അവരുടെ പ്രതികരണങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ശരിയായി പ്രധാനമന്ത്രി മനസ്സിലാക്കുന്നു. പ്രധാനമന്ത്രിക്ക് അറിയാം കേരളത്തിലെ വോട്ടർമാർ ഇത്തവണ എന്താണ് ചിന്തിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് പിണറായി വിജയനുമില്ല, UDF നേതൃത്വത്തിനുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, പിണറായി വിജയൻ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ശബരിമലയിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കുമായിരുന്നില്ല. പിണറായി വിജയൻ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു കേരളം, ഇത് കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേന്ദ്രവിരുദ്ധ സമീപനം അവരെടുക്കുമായിരുന്നില്ല. പക്ഷെ മോദിജിക്ക് അങ്ങനെയല്ല. മോദിജിക്ക് ഓരോ സംസ്ഥാനത്തെയും ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു, എങ്ങനെയാണ് അവരുടെ മനസ്സ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നന്നായിട്ടുണ്ട്. മാറുന്ന മലയാളികളുടെ മനസ്സ് ശരിയായി അളന്നിട്ടുള്ള ഒരു നേതാവാണ് മോദിജി. അദ്ദേഹം വരുമ്പോഴെല്ലാം ഉണ്ടാവുന്ന മാറ്റങ്ങൾ അദ്ദേഹത്തിന് വ്യക്തമായി ബോധ്യമാവുന്നുണ്ട്. സാമൂഹ്യ ശാസ്ത്ര, രാഷ്ട്രീയ പണ്ഡിതന്മാരെ എന്തു പറഞ്ഞാലും ഇന്ന് കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവ്, കേരളത്തിൽ നിന്നും ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവ് മോദി തന്നെയാണ്. ഈ കരുവന്നൂർ വിഷയം പ്രധാനമന്ത്രി തന്നെ പലതവണ ഉയർത്തുന്നു. കരുവന്നൂരിന് അഴിമതിക്കാരെ ഒരു തരത്തിലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. അതിനിടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കുറെ വിശദീകരണമൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. അതായത് കരുവന്നൂരിൽ തുടക്കം മുതൽ അന്വേഷണം നടത്തിയത് തങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല
ഒരുപക്ഷെ ജനങ്ങൾക്ക് ആശ്വാസകരമായി ചിലത് ചെയ്തിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി 111 കോടി രൂപ തങ്ങൾ തിരിച്ചു നൽകിയിട്ടുണ്ട് എന്നുകൂടി മുഖ്യമന്ത്രി പറയുകയാണ്. അത് ആ പൈസ എവിടുന്നാണ് കൊടുത്തത്? മോദി എന്താണ് പറഞ്ഞത്? കട്ടവരെ പിടിക്കണം, അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം, ആ പണം ജനങ്ങൾക്ക് കൊടുക്കണം. അതിനാണ് ഇവിടെ ഏജൻസി. പിണറായി വിജയൻ എന്താ ചെയ്തത്? കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. അങ്ങനെ ലോൺ എടുത്ത് വീണ്ടും കടം വീട്ടിയാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ആ ബാങ്കും പൊളിയും. കരുവന്നൂർ ബാങ്ക് രക്ഷപ്പെടുകയുമില്ല. കേരള ബാങ്ക് അടക്കമുള്ള മറ്റു ബാങ്കുകൾ വീണ്ടും പൊളിയും. ഇതാണ് സത്യം. അതേസമയം പിണറായി വിജയന്റെ പാർട്ടിക്കാര് അവിടുന്ന് കൊള്ളയടിച്ച പണമുണ്ട്. ആ പണം പല കള്ളപ്പണ ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ അവർ വെച്ചിട്ടുണ്ട്. അത് ED കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും രണ്ടാണ്. അതിന് രണ്ടിനും വ്യത്യാസമുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞത് അഴിമതിക്കാരുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടി അത് പാവങ്ങൾക്ക് നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുന്ന. അത് പറയുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് വേവലാതി. ഇത് എവിടെ വരെ എത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. പാർട്ടി എന്തിനാണ് വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയത്, മറച്ചു വെക്കപ്പെടുന്ന അക്കൗണ്ടുകൾ? അപ്പൊ അത് കൃത്യമാണ്. പിണറായി വിജയന്റെ പാർട്ടി നേതൃത്വത്തിലേക്ക്, പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരിലേക്ക് എല്ലാം അന്വേഷണം നീളുന്നുവെന്ന് മനസ്സിലായിട്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവരാണ് കണ്ടെത്തിയെന്ന് പറഞ്ഞ പച്ചക്കള്ളമാണ്. അവിടെ ഒരു കരുവന്നൂരിൽ ഒരു സമരസമിതി ഉണ്ടായി. ആ സമരസമിതിയുടെ ചെയർമാൻ ആയിരുന്നത് ഒരു CPM-കാരനായിരുന്നു. അദ്ദേഹം CPM-ന്റെ വഞ്ചന മനസ്സിലാക്കി ഞങ്ങളെ കൂടെ വന്നു. അദ്ദേഹമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഞങ്ങൾ നിയമസഹായം നൽകിയാണ് ആ കേസ് മുന്നോട്ട് പോയത്. കോടതിയുടെ നിരീക്ഷണത്തിലാണ് അവിടെ ED അന്വേഷണം വന്നത്. ആ അതിനു വേണ്ടിയിട്ട് സമരം ചെയ്തത് ഞങ്ങളാണ്. ഞങ്ങൾ നേരത്തെ മുതലേ തന്നെ സഹകരണ അദാലത്തുകൾ നടത്തി. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രക്ഷോഭം നടന്നു. അതെല്ലാം അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. CPM കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് അവിടെ ശ്രമിച്ചിട്ടുള്ളത്. കണ്ണൻ എന്ന് പറയുന്ന ആള് ഈ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു ബാങ്ക് തൃശ്ശൂരിൽ നടത്തുന്നുണ്ട്. ആ ബാങ്കും കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കും തമ്മിലാണ് ഇടപാടുകൾ നടന്നത്. എന്ന് വെച്ചാൽ അവിടെ പണം വായ്പ എടുത്തിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ പണം തരാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് കാശ് കൊടുത്ത് ആധാരം വാങ്ങി അതിനേക്കാൾ വലിയ തുകയ്ക്ക് വേറെ ബാങ്കിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇത് തൃശ്ശൂർ ബാങ്കിൽ ഇഷ്ടംപോലെ കള്ളപ്പണം ഉണ്ട്, നോട്ട് നിരോധന കാലത്ത് കൊണ്ടുവച്ച്. ആ പണം എടുത്തിട്ട് ഇവർക്ക് അധികം പലിശയ്ക്ക് കൊടുത്തു. അവസാനം അവര് ആത്മഹത്യയുടെ വക്കീലായി. ഇവിടുന്ന് ആധാരം എടുക്കുകയും ചെയ്തു, തൃശ്ശൂർ ബാങ്കിൽ കൊണ്ട് വെക്കുകയും ചെയ്തു. കൂടുതൽ പണം അടയ്ക്കാതെ അത് അവരുടെ സ്ഥലവും നഷ്ടമായി, ആധാരവും നഷ്ടമായി, അവർ കടക്കണിയിലായി, ആത്മഹത്യയിലായി. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ കള്ളപ്പണ ഇടപാടുകൾ നേരിട്ട് നടത്തുകയാണ് ചെയ്തത്. കരുവന്നൂരിൽ പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ പോയ പാവങ്ങളെ വശംവദരാക്കി തൃശ്ശൂർ സഹകരണ ബാങ്കിൽ കൊണ്ടുവന്ന് അവരുടെ പണം, അതിനെല്ലാം ഓരോ ലക്ഷത്തിനും ഇത്ര കമ്മീഷനാണ്. കണ്ണൻ ഇത്ര കമ്മീഷൻ, ജില്ലാ സെക്രട്ടറിക്ക് ഇത്ര കമ്മീഷൻ, പാർട്ടിക്ക് ഇത്ര കമ്മീഷൻ. അങ്ങനെ കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് ഈ പണം എല്ലാവരും സംഭരിച്ചത്. കോടിക്കണക്കിന് രൂപയാണ് സംഭരിച്ചത്. അതാണ് മറ്റു പല ബാങ്കുകളിലും കൊണ്ടുപോയിട്ട് ഇവർ നിക്ഷേപിച്ചത്. അതാണ് കുറെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത്. ഇപ്പൊ വെള്ളപ്പായ സതീശന്റെ പേരിലൊക്കെ കേസ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ കൊണ്ടുപോയിട്ട് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അത് കരീമും അതുപോലത്തെ ആൾക്കാരെല്ലാം ചേർന്നിട്ടാണ്. അതില് മാപ്പസാക്ഷി ആയിട്ടുണ്ട് CPM-ന്റെ നേതാക്കന്മാർ തന്നെ. ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി ഉണ്ട്. അതിൽ പാർട്ടിയുടെ മെമ്പർമാരുണ്ട്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുണ്ട്, മുനിസിപ്പൽ കൗൺസിലർമാരുണ്ട്. അവരെല്ലാം കോടതിയിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ചിലരെങ്കിലും മാപ്പ് സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അട്ടിമറിക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്. ഇത് ശരിയായി കൊണ്ടുപോയത് കേന്ദ്ര സർക്കാരാണ്. ഈ ഒരുപക്ഷെ കേരളത്തിൽ K. സുരേന്ദ്രൻ എന്ന BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കേട്ടിട്ടുള്ള, ഒരുപാട് തവണ മാധ്യമപ്രവർത്തകരിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു ചോദ്യം ഇവിടെ വീണ്ടും ചോദിക്കുന്നത്, ഈ CPM ഒപ്പം തന്നെ BJP അഡ്ജസ്റ്റ്മെന്റ്, UDF ആണ് ആരോപണം ഉന്നയിക്കുന്നത്. കാരണം അതിന് ഈ സാധാരണ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നുന്ന ചില കാരണങ്ങൾ, ഈ ലാവ്ലിൻ കേസ് പോലെയുള്ളവ 10-34 തവണയിലധികം മാറ്റി വെക്കുന്നു. അങ്ങനെ എന്താണ് ഇത് പലതവണ താങ്കൾ വിശദീകരിച്ചാണ്. ഇത് BJP ഒരു ടൈമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണ് ഇതിലൊരു അല്ല, ഞാൻ ലാവ്ലിൻ കേസിന്റെ കാര്യം നോക്കൂ. ഈ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ലാവ്ലിൻ കേസ് വിചാരണ കൂടാതെ തള്ളിക്കളഞ്ഞതാണ്. അന്ന് CBI ഈ കേസിൽ എടുത്ത നിലപാട് എന്തായിരുന്നു? അവരുടെ സപ്പോർട്ടോട് കൂടിയാണ്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസ് അടക്കം TK നായരും വയലാർ രവിയും ഒക്കെയുള്ള അടക്കമുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഈ കേസ് അന്ന് ഇങ്ങനെ സംഭവിച്ചത്. അതിനെ അവിടെ നിന്ന്, അതായത് ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടില്ല 374 കോടി രൂപ ഖജനാവിന് നഷ്ടം വന്ന ഒരു കേസ് ട്രയൽ ഇല്ലാതെ തള്ളിക്കളയുന്നു. അത് കോടതിയിലും അത് വലിയ വ്യവഹാര പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. ആ വിധി പറഞ്ഞ ആളിനെ കുറിച്ച് പിന്നീട് പലതരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നതാണ്. അദ്ദേഹത്തിന് ദുബായിൽ നടന്ന പല ഇടപാടുകൾ ഇവിടെ ചർച്ചാ വിഷയമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ജുഡീഷ്യറി ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
പക്ഷെ അങ്ങനെ ഒരു ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാലത്ത് ലാവ്ലിൻ കേസ് വിട്ടുപോകുന്നത്. വീണ്ടും മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ കേസ് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത്. ഈ കേസ് വീണ്ടും അപ്പീൽ വരുന്നത്. ഈ കേസ് വിചാരണ നടത്തണം എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് കോടതി അത് സ്വീകരിച്ചത്. പിന്നെ ബാക്കി നടന്നതെല്ലാം നമ്മളെ മുമ്പിലുള്ളതാണ്. സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നതിന് ആരെല്ലാമാണ്, ഇതിൽ 2-3 കക്ഷികൾ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഒന്ന് പിണറായി വിജയന്റെ വക്കീല്, ഒന്ന് അതിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ KSCBയിലും മറ്റുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വക്കീല്. ഓരോ തവണയും മാറ്റിവെക്കുന്നത് പല റീസൺ കൊണ്ടാണ്. ഒന്നുകിൽ പിണറായി വിജയന് വേണ്ടിയുള്ള ആൾക്കാർ ഹാജരാവില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയുള്ള ആൾക്കാർ ഹാജരാവില്ല, അല്ലെങ്കിൽ CBIയുടെ വക്കീൽ ഹാജരാവില്ല. ഇങ്ങനെ പല തവണ മാറ്റിവെച്ചു എന്നുള്ളത് ശരിയാണ്. അതിനർത്ഥം ലാവ്ലിൻ കേസ് പോയി എന്നല്ല. ലാവ്ലിൻ കേസും തലനാടിന്റെ കീഴിൽ പരിശോധിക്കപ്പെടും. അതിലും കുറ്റവാളികൾ നിയമത്തിന് മുമ്പിൽ വരിക തന്നെ ചെയ്യും. അതിലൊന്നും ആർക്കും സംശയമില്ല. ഈ കേസ് തള്ളിക്കളഞ്ഞവരാണ് ഇപ്പൊ ഒരു വാദം ഉന്നയിക്കുന്നത്. ഈ കേസ് വിചാരണ കൂടാതെ തള്ളിക്കളയാൻ കൂട്ടുനിന്ന കോൺഗ്രസ് പാർട്ടി, അവര് അതിന് പ്രതിഫലം വാങ്ങിയിട്ടാണ് അത് ചെയ്തത്. അവരാണ് ഇപ്പോ ഇവിടെ ധാരണയാണെന്ന് പറയുന്നത്. താങ്കൾ പറയുന്നത് പ്രകാരം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അകത്താകേണ്ട സാഹചര്യം, അതായത് ലാവ്ലിൻ മാത്രമല്ല, ഈ മാസപ്പടി വിവാദത്തിൽ ഇന്നും മുഖ്യമന്ത്രി വിശദീകരിച്ച അത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട് മാത്രമാണ് എന്നാണ്. അല്ല, 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല? SFIO അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ എന്തിനാണ് മുഖ്യമന്ത്രി ഹൈക്കോടതിയെ സമീപിച്ചത്? എന്തിനാണ് വീണ ബാംഗ്ലൂരു ഹൈക്കോടതിയെ സമീപിച്ചത്? ഇതെല്ലാം വെറും കള്ളപ്രചരണമാണ്. ഈ 1,72,00,000 രൂപയുടെ ഇടപാടാണ് നടന്നത് എന്നുള്ള ധാരണയിലാണ് ഈ ചോദ്യങ്ങളെല്ലാം വരുന്നത്. കേസിന് ആസ്പദമായിട്ടുള്ള FIRൽ അത്രേ ഉള്ളൂ. പക്ഷെ അതിൽ 96 കോടി രൂപയുടെ ഇടപാടുകൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള വ്യക്തമായ തെളിവുള്ള മൊഴികളുണ്ട്. അതായത് ഉദ്യോഗസ്ഥന്മാർ, വീണയുടെ 1,72,00,000 രൂപയുടെ ഇടപാട് മാത്രമല്ല പ്രധാന വിഷയം. ഞങ്ങള് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ്സാണ് നടത്തുന്നതെന്നും വ്യവസായമാണ് നടത്തുന്നതെന്നും ഞങ്ങൾക്ക് ഇവർക്കൊക്കെ പണം കൊടുത്താലേ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനാവൂ എന്നും അവർ സമ്മതിച്ചിട്ടുണ്ട്. ആ ഗണത്തിൽ വലിയ പണമിടപാട് നടന്നിട്ടുണ്ട്. അവിടേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ഭയമാണ് ഇതിലെ കക്ഷികളായിട്ടുള്ള എല്ലാവരെയും ഭയപ്പെടുത്തുന്നത്. ഇത് പിണറായി വിജയനും വീണയും മാത്രമല്ല, UDFകാരുണ്ട്, ചെന്നിത്തലയുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, ഇബ്രാഹിം കുഞ്ഞുണ്ട്, മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടിയുണ്ട്. ഇവരുടെ എല്ലാം പേരിൽ ഇതുപോലത്തെ പണം വാങ്ങിയതെല്ലാം കർത്ത എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അന്വേഷിക്കപ്പെടുമോ എന്നുള്ള വേവലാതിയാണ് ഇവർക്കുള്ളത്. സുതാര്യമായി പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാ കക്ഷികളും ഇതിൽ അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെയാണ് അവസ്ഥ. ബാക്കി എല്ലാ കക്ഷികളും ഇതിലുണ്ട്. അവരൊക്കെ ഈ നാടിനെ കൊള്ളയടിക്കുന്ന, പരിസ്ഥിതിയെ തകർക്കുന്ന, അന്യസംസ്ഥാനം വിദേശത്തുള്ള ലോബിയുമായിട്ട് ചേർന്ന് നമ്മുടെ ധാതു സമ്പത്ത് കൊള്ളയടിക്കുന്നവർ കൂടുതൽ നിൽക്കുകയാണ്. മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ ഏറ്റവും പുതിയ വിഷയമായി വന്നത് PDPയുടെ പിന്തുണയെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് SDPയുടെ പിന്തുണയും PDPയുടെ പിന്തുണയും ഒരുപോലെ കാണേണ്ടതല്ല. പ്രത്യേകിച്ച് UDFുമായി SDPI നേരത്തെ ഒരു ഡീൽ ഉണ്ടാക്കിയ ശേഷമാണ് SDPI അങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിനെ, ഈ 2 വിഷയങ്ങളും ഫലത്തിൽ എങ്ങനെയാണ് BJP കാണുന്നത്? അല്ല, SDPIയും PDPയും ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പൊ 3 കക്ഷികളാണ്, 3 സംഘടനകളാണ് ഇപ്പൊ പിന്തുണയുമായി ഇടതിനും വലതിനും വെവ്വേറെ കൊടുത്തിരിക്കുന്നത്. ഈ 3ഉം ഒരേ ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള PFIയുടെ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ SDPIയുടെ അപകടം അവിടെ ഇരിക്കുന്നു. അതിന് സമാനമായ ആശയങ്ങൾ തന്നെയാണ് PDPക്കും, അതിന് സമാനതമായ ആശയങ്ങൾ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കും. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവരുടെ എല്ലാം ആശയപരമായ അടിത്തറ. മൗദൂദിയൻ ചിന്താഗതിയാണ്. ഒരു വിഭാഗം മാത്രത്തെ അംഗീകാരമുള്ളൂ, ഒരു ചിന്താഗതി മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കിയുള്ളെല്ലാം കാഫറുകളാണ്, ഒരൊറ്റ വഴിയേ ഉള്ളൂ ഈശ്വരനിലേക്ക്. അങ്ങനെയുള്ള ഒരു ഫണ്ടമെന്റൽ എന്നുള്ള വാക്കല്ല അതിന് ഉപയോഗിക്കേണ്ടത്, അത്രയും മതപരമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു റാഡിക്കൽ എലിമെന്റ്സ് ആണ് ഇവരെല്ലാം. ഇവരെല്ലാം വെള്ള പൂശുന്ന സമീപനമാണ് 2 കൂട്ടരും സ്വീകരിക്കുന്നത്. അപ്പോ ഒന്ന് കുറവാണ്, തീവ്രത കുറവാണോ, ഒന്ന് തീവ്രത കൂടുതലാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? കേരളത്തിൽ എത്ര കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ്. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായിരുന്ന ആളാണ്. അവിടെ 100 കണക്കിന് ആളുകളാണ് മരിച്ചത്. കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മദനിയുടെ ചെറുപ്പകാലത്ത് നടത്തിയ സംഭവങ്ങളൊന്നും കേരളം മറന്നിട്ടില്ല. അപ്പൊ ഇതെല്ലാം അത്തരത്തിലുള്ള പാർട്ടികളുമായിട്ട് ചേരാൻ അവർക്ക് ധൈര്യം വരുന്നത് അവര് ഒരു വിഭാഗത്തിന്റെ പിന്തുണ കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും, ബാക്കി രാജ്യത്ത് മറ്റാരെ കുറിച്ച് ഞങ്ങൾക്ക് വേവലാതിപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇത്തവണ അതിന് മാറ്റം വരും.
കാരണം ഈ വർഗീയ ശക്തികളുമായി ചേർന്ന് LDFും UDFും പ്രചാരണം നടത്തുന്നതിൽ മറുപക്ഷത്ത് വലിയ വികാരമുണ്ട്, ഹിന്ദുക്കളുടെയിലും ക്രിസ്ത്യാനികളുടെയിലും. അതാണ് ഇവിടെ കാണുന്നത്. ഒരു സിനിമ കാണിക്കുമ്പോഴേക്കും അതിനെതിരെ ബഹളം വെക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. CAയുടെ പേരിൽ പറഞ്ഞ് ഇത്രയും ബഹളം ഉണ്ടാക്കുന്നവര് മറ്റു ഉള്ളവരുടെ പ്രശ്നങ്ങൾ കാണുന്നേയില്ല. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മാറി ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ഈ ഇങ്ങനെ പറയുമ്പോൾ തന്നെയാണ് ഈ ക്രൈസ്തവ വിഭാഗങ്ങളുമായി പലതരത്തിൽ അടുക്കാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ പല ബിഷപ്പുമാരും അടുപ്പത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഇന്നും ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗം പ്രധാനമന്ത്രിക്കെതിരെ അടക്കം പറയുകയാണ് ദീപിക ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ട് വിഷയം, അതേപോലെ ഈ ഉധംപൂരിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം, അത് ഈ മതം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നത് അടക്കം ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഒരു നിരന്തര പ്രചരണത്തിലേക്ക് ദീപിക തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തി എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിനെതിരായി ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം വേറെയുണ്ട്. നമ്മളിപ്പോ ഒരു എല്ലാത്തിന്റെ അട്ടിപ്പേറ് ഏതെങ്കിലും ഒരു വ്യക്തിക്കാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാണെന്നോ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത്? ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ സ്വതന്ത്ര ചിന്താഗതിയുണ്ട്. ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് പൂർണ്ണമായിട്ടും UDFനായിരുന്നു. നമ്മുടെ മുമ്പിലുള്ള വസ്തുതയാണത്. നമ്മുടെ യാഥാർത്ഥ്യവും പിന്നെ സങ്കല്പവും അല്ല, യാഥാർത്ഥ്യം അതാണ്. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ കെ മാണിയുടെ പാർട്ടിയൊക്കെ ഇപ്പുറത്തേക്ക് പോവുകയും മാറ്റങ്ങളൊക്കെ വരികയും ചെയ്തു. കുറച്ച് ഷെയർ അവർക്ക് കിട്ടി LDFന്. അതായത് UDFന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനും കിട്ടി. അതും ശരിയാണ്. എന്നാൽ ഇത്തവണത്തെ വ്യത്യാസം BJPക്കും NDAക്കും അത്തരത്തിലുള്ള ഷെയർ കിട്ടും എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ ഒരു ഷെയർ ഇത്തവണ ഞങ്ങൾക്കും കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി ക്രിസ്ത്യൻ വോട്ടുകൾ പോവുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഞാൻ വളരെ വ്യക്തമായും പറയുന്നു, ഇത്തവണ LDFനും UDFനും മാത്രമല്ല NDAക്കും ക്രൈസ്തവ വിഭാഗത്തിന്റെ വലിയ പിന്തുണ കിട്ടും. അതിൽ യാതൊരു സംശയമില്ല. അത് എത്ര പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രീ കെ സുരേന്ദ്രൻ? അത് ഓരോ മണ്ഡലത്തിലെയും വിജയ സാധ്യതയ്ക്ക് അനുസരിച്ചാണ്. അതായത് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം അത് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടും. ഒട്ടും വിജയ സാധ്യത ഇപ്പൊ 3 കാറ്റഗറിയിലാണ് ഇവിടെ നടക്കുന്ന മത്സരങ്ങളെല്ലാം. ഒന്ന് NDAയും LDFും തമ്മിൽ ചില മണ്ഡലങ്ങളിൽ, ചില മണ്ഡലങ്ങളിൽ NDAയും UDFും തമ്മിൽ, ചില മണ്ഡലങ്ങളിൽ LDFും UDFും തമ്മിൽ. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് LDFും UDFും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലൊക്കെ കിട്ടുന്ന ശതമാനം എത്രയാവോ അതല്ല ഇവിടെ വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങളിൽ. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ നല്ല പിന്തുണ പല മണ്ഡലങ്ങളിലും അതിന്റെ പേരിൽ ഞങ്ങൾക്ക് കിട്ടും. ഈ നിങ്ങളെ വിജയിക്കും എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി അടക്കം ഇരട്ടയാക്കാം എന്ന് പറയുമ്പോൾ അത് 2 വട്ടപൂജ്യമാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് UDFും. 2 സീറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നപ്പോ പറഞ്ഞത് ഹം ദോ ഹമാരേദോ, ഇതൊരു കുടുംബാസൂത്രണ പാർട്ടിയാണ്, നാം 2 നമുക്ക് 2. ഇത് ഇവിടെ EMS പറഞ്ഞതാണ്. ഇപ്പൊ ഈ സൈബർ ട്രോള് പറയുന്നത് പോലത്തെ മറ്റേ എന്താ EP ജയരാജനൊന്നും അല്ല, അയാള് വിവരക്കേട് പറയുന്നതാണ്. മറ്റേയാൾ ആരായിരുന്നു? ശങ്കർ നമ്പൂരിപ്പാട്, സൈദ്ധാന്തികനും താത്വികാചാര്യനും കൂർമ്മബുദ്ധിയും ശൃഗാല ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുടുംബാസൂത്രണ പാർട്ടിയാണ് BJP. 2 സീറ്റേ ഉള്ളൂ. ആ 2 സീറ്റിൽ നിന്നാണ് തൊട്ടടുത്ത ഇലക്ഷനിൽ 89 സീറ്റിലേക്ക് ഞങ്ങൾ വന്നത്. അതിൽ നിന്നാണ് 198ലേക്ക് വന്നത്. അതിൽ നിന്നാണ് 300ലേക്ക് വന്നത്. ഇനിയിപ്പോ 400ലേക്ക്. അതുകൊണ്ട് അത്തരം വിമർശനങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. പക്ഷെ ആ ഒരു ബ്രേക്ക് കേരളത്തിൽ എടുക്കാൻ ഇടത് വലത് മുന്നണികൾ അവർ സമ്മതിക്കാറില്ല. പ്രത്യേകിച്ച് അതായത് BJP എന്ത് പൊളിറ്റിക്കൽ അജണ്ട ഉയർത്തുന്നു അതിനെ നേരിടേണ്ടി വരുന്നത് ഈ 2 മുന്നണികളുടെ അടുത്ത് നിന്നും സമാനമായ രീതിയിലാണ്. അത് ബ്രേക്ക് ചെയ്യാൻ പ്രാപ്തിയിലേക്ക് എത്തിയോ BJP? അല്ല, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അതാണ്. അത് രണ്ട് മുന്നണികളെയും വർഗീയ രാഷ്ട്രീയവും ഒത്തുതീർപ്പ് രാഷ്ട്രീയവും BJP വിരുദ്ധ നിലപാടും ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ പിന്തുണച്ച് ഒരു വലിയ മാറ്റം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ഇപ്പൊ താങ്കള് EP ജയരാജനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് തുടക്കത്തിൽ BJPയുടെ കാൻഡിഡേറ്റ്സ് എല്ലാം അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ EP ജയരാജൻ പിന്നെ ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തെ കാര്യമായി അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ മുൻനിരയിൽ കാണുന്നില്ല. മുഖ്യമന്ത്രിയാണ് കൂടുതലും. അത് BJP ഏതെങ്കിലും തരത്തിൽ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഒന്നാമത് EPയെ അതുപോലെ തന്നെ ഇപ്പൊ പത്തനംതിട്ടയിൽ കൊണ്ടുപോയിട്ടിരിക്കുന്ന തോമസ് ഐസക്കിനെ, G സുധാകരനെ, ശൈലജ ടീച്ചറെയൊക്കെ പിണറായി മൂലക്കിരുത്തിയതാണ്.
ഇപ്പോ ഇനി ഏതെങ്കിലും തരത്തിലൊരു മന്ത്രിസഭ മാറ്റം വന്നാൽ, മുഖ്യമന്ത്രി മാറേണ്ട വല്ല സാഹചര്യം വന്നാൽ ടീച്ചർ കയറി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വടകര കൊണ്ടുപോയി തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് അവര് ജയിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് തോമസ് ഐസക്. തോമസ് ഐസക്കിന് അവിടെ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഈ സമ്പൂർണ്ണമായിട്ടും മൂലക്കിരുത്താനാണ് അവിടെ കൊണ്ടുപോയിരിക്കുന്നത്. ആദ്യമേ തന്നെ പിണറായി തടഞ്ഞിരിക്കുകയാണ്. ഇവരുടെ പ്രസ്താവനകളെല്ലാം തന്നെ പിണറായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, മുന വെച്ചുകൊണ്ടുള്ള പ്രസ്താവനകളാണ്. പിണറായിയുടെ മകളെ പറ്റി കഴിഞ്ഞ മാസം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? കെട്ടുതാലി വിറ്റ് ഒരു പാവം കളിയാക്കിയതാണ്. മുഖ്യമന്ത്രിക്ക് മനസ്സിലാവാതിരിക്കില്ലല്ലോ. ഒരു പഴയകാല പടക്കുതിരകളുടെ വലിയൊരു എതിർപ്പ് പിണറായി വിജയൻ നേരിടുന്നുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാല് ഈ മരുമകനെയാണല്ലോ നേതാവായി കൊണ്ടുവരുന്നത്. ഇപ്പോ ഇപ്പൊ മന്ത്രിസഭയിൽ തന്നെ സീരിയസിനൊക്കെ ഒഴിവാക്കിയത് എന്തിനാണ്? മരുമകനിലേക്ക് സർവ്വ അധികാരങ്ങളും കേന്ദ്രീകരിക്കണം. അടുത്ത തവണ വേണമെങ്കിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഒരു പുതിയ വാദവുമായിട്ട് അവർ വന്നേക്കാം. അതിനു വേണ്ടിയിട്ടാണ് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുത്തിയതും മന്ത്രിസഭയിലെടുത്തതും. അത് വലിയൊരു CPM പോലൊരു പാർട്ടിയിൽ അത് നടക്കും. CPM പോലുള്ള പാർട്ടിയിൽ ഒരു നേതാവിന് മാത്രമായിട്ട് അഴിമതി നടത്തി സ്വന്തം സമാഹരിക്കാൻ സാധിക്കുമോ? അത് കാലം കഴിഞ്ഞു എന്ന്. ഏത് കാലത്തെ പറ്റിയാണ് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മിഥ്യാധാരണ ഇവിടെ സൃഷ്ടിച്ചു വെച്ചതാണ്, ഞങ്ങൾ വളരെ ഹരിശ്ചന്ദ്രന്മാരാണെന്നുള്ളത്. ഒന്നുമില്ല, അത് വല്ല സമ്പൂർണ്ണ അഴിമതി പാർട്ടിയായി മാറിക്കഴിഞ്ഞു. അതൊക്കെ നടക്കും. അപ്പൊ ഈ CA പോലുള്ള വിഷയത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം BJPയുടെ തന്നെ മലപ്പുറത്തെ സ്ഥാനാർത്ഥി പറയുന്നുണ്ടായിരുന്നു, അത് വേണ്ട വിധത്തിൽ മുസ്ലിം ഇപ്പോ ഇന്ന് തന്നെ കോട്ടയത്ത് ജസ്റ്റിസ് KT തോമസ് ഇതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. CA എന്നോ നടപ്പാക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇത് ഈ മലപ്പുറത്തെ സ്ഥാനാർത്ഥി ചൂണ്ടിക്കാണിച്ച് ഇത് വേണ്ട വിധത്തിൽ ഇത് മുസ്ലിം ജനവിഭാഗങ്ങൾക്കൂടെ BJP വേണ്ട വിധത്തിൽ ഒരു പ്രചരണം നടത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുകയാണ്. അല്ല, അതിപ്പോ മുസ്ലിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ നല്ല ശ്രമം നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ അതിൽ കണക്കാക്കുന്നത്. കാരണം LDF UDF ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. സത്യത്തിൽ പലർക്കും അറിയില്ല. ഇതെല്ലാം പൗരത്വം എടുത്തു കളയാനുള്ള ബില്ലാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, ഭേദഗതിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾ എത്ര പറയുമ്പോഴും ഇവിടെ ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിന് നിങ്ങൾ 1 മണിക്കൂർ ലൈവ് കൊടുക്കണം. ഞങ്ങൾ ആരെങ്കിലും വല്ല വാർത്താ സമ്മേളനം നടത്തിയാൽ അവർ 1 മിനിറ്റ് പോലും നിങ്ങൾ കൊടുക്കുന്നില്ല. പത്രങ്ങളുടെ അവസ്ഥ തന്നെ. പിണറായി വിജയന്റെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന വാർത്ത ഞങ്ങൾ കൊടുക്കുന്നത് എത്രയാണ്? 2 പേര് ഞങ്ങളത് കൊടുക്കുമ്പോൾ ഒരു 1/2 പേജാണ് മുഖ്യമന്ത്രിയുടെ കൊടുക്കുന്നത്. സംഘടനാ മിഷനറി ഉപയോഗിക്കാൻ അല്ല, സംഘടനാ മിഷനറി ഉപയോഗിച്ചിട്ട് ഇപ്പൊ മലപ്പുറം പോലുള്ള ജില്ലകളില് ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് വീട് കയറി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ. ബാക്കിയുള്ള എവിടെയും ഇപ്പൊ ജനറൽ ആയിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി താമസിക്കുന്നിടത്തൊന്നും ഈ പ്രശ്നമില്ല. കാരണം നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മറ്റു ഇടകലർന്ന് താമസിക്കുന്നവരും മുസ്ലിം സഹോദരന്മാര് മാത്രം താമസിക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഇവര് വ്യാപകമായി പ്രചരണം നടത്തുകയാണ്. പിന്നെ തീവ്രവാദ സംഘടനകൾ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ അവരെല്ലാം ചേർന്ന് ഇങ്ങനെ ഒരു കള്ള പ്രചരണം നടത്തുന്നതിനെ പറ്റിയാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷെ വൈകാതെ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഈ CA ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്തെ, അതായത് പാർലമെന്റിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്ത് പല വീടുകളിലും ഇവിടെ RSSകാരന് പ്രവേശനമില്ല. അപ്പൊ എന്റെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പോസ്റ്ററുകളൊക്കെ. അത് കഴിഞ്ഞ് മഹാപ്രളയം വന്നപ്പോ RSSകാരനാണ് ആദ്യം ഓടിച്ചെന്ന് അവിടുത്തെ കിണർ വൃത്തിയാക്കിയതും ആളുകളെ പിന്നെ തോണിയായിട്ട് പോയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊന്നും നടക്കില്ല. ആ ഒരു ഫ്രിക്ഷനൊക്കെ പോയി. ഇപ്പൊ ഇത് നിയമമായപ്പോ പിന്നെ അതിന് മാത്രമുള്ള വലിയ ഇപ്പൊ എന്തെങ്കിലും ബഹളം നടന്നോ? നിങ്ങൾക്ക് ഓർമ്മയില്ല അന്നത്തെ റാലികളൊക്കെ എത്ര നടന്നു? അന്ന് ജമാഅത്ത് കമ്മിറ്റികളാണ് റാലികളൊക്കെ നടത്തിയത് കൂടുതലായിട്ടും. CAയുടെ പേരിലെ പ്രക്ഷോഭങ്ങളെല്ലാം ഓരോ പള്ളിയുടെയും നേതൃത്വത്തിലാണ് നടന്നത്. ഇത്തവണ CPMമാരും കോൺഗ്രസ്സുകാരും കുറച്ച് നടത്തിയത് ഒഴിച്ചാൽ കേരള സമൂഹം അത് ഏറ്റെടുത്തിട്ടില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മനസ്സിലായി പൗരത്വം സ്നാച്ച് ചെയ്യാനുള്ളതല്ല, പൗരത്വം കൊടുക്കാനുള്ളതാണ്. ഇത് മുസ്ലിങ്ങളുടെ പൗരത്വത്തെ ബാധിക്കില്ല. ഇനി വിദേശ രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ പൗരനാവുന്നതിന് ഇവിടെ ഒരു തടസ്സവും ഇല്ല. അങ്ങനെ ഒരു പ്രോസസ് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് 6000 പേര് പൗരത്വം സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ. ഇന്ത്യയിലേക്ക് ആർക്കും വന്ന് പൗരത്വം എടുക്കാനും കുഴപ്പമില്ല. ഇത് ഈ 3 രാജ്യങ്ങളിലെ പെർസിക്യൂഷന് വിധേയമായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള പൗരത്വത്തെ സംബന്ധിച്ച് മാത്രമാണ്. പക്ഷെ ഇത് CPM വലിയ എഫർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ 5 സമ്മേളനം ഇതേപോലെ സമാനമായ വലിയൊരു പ്രചരണം BJP എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആലോചിക്കാത്തത്? അല്ല, അതെന്തറിയോ, ഒരു ഇതിലിപ്പോ CPMന്റെ അജണ്ട തന്നെ ചർച്ച ചെയ്യാൻ ഞങ്ങൾ പുറപ്പെട്ടാല് യഥാർത്ഥ അജണ്ട ചർച്ച ചെയ്യപ്പെടുന്നത്. CPM ആ ഒരു അജണ്ടയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാനാണ് അവർ ആദ്യം ഇതിനെ ശ്രമിച്ചത്. പക്ഷെ ഒരു ഘട്ടത്തിൽ UDF പോലും അത് ഏറ്റെടുത്തില്ല. കാരണം മുസ്ലിങ്ങൾക്കിടയിൽ അത്ര വലിയ തെറ്റിദ്ധാരണ ഈ വിഷയത്തിൽ ഇല്ല. കുറച്ച് സ്ഥലങ്ങളിലുണ്ട്, അത് മാറിക്കൊള്ളും. കാരണം ആരുടെയും പൗരത്വം പോകുന്നില്ല എന്ന് പറയും. പണ്ട് മോദി വന്നാൽ പാകിസ്ഥാനിലേക്ക് മുസ്ലിങ്ങൾ പോകേണ്ടി വരും എന്നുള്ള ഒരു പ്രചരണമായിരുന്നു ഇവിടെ എല്ലാം നടത്തിയത്. എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിൽ പോകേണ്ടി വരും. പക്ഷേ ഏത് ആളാണ് പാകിസ്ഥാനിൽ പോയത്?
ഇതൊക്കെ ഇതുപോലത്തെ പ്രചരണമാണ്. ശരി. മറ്റൊന്ന്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ പരാജയപ്പെടുമ്പോൾ BJP പ്രാഥമികമായി വിലയിരുത്തിയ ഒരു കാര്യം, പലയിടത്തും ബൂത്തുകളിൽ, ഇപ്പോൾ പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നപ്പോൾ ബൂത്തിനെ കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിൽ സംസാരിക്കുകയും ചെയ്തത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സാധ്യത? ഈ പലയിടത്തും എല്ലാ സൈഡിൽ നിന്നും വോട്ട് വേണമല്ലോ, അപ്പൊ അവിടെ പ്രവർത്തനം ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ്, എത്രത്തോളം സജ്ജമാണ് സംഘടനാപരമായി ഈ തെരഞ്ഞെടുപ്പ്? അല്ല, ഇത്തവണ നേരത്തെ തന്നെ നല്ല തയ്യാറെടുപ്പുകൾ നടന്നു. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോവിഡ് ആയിരുന്നല്ലോ. കോവിഡ് കഴിഞ്ഞ ഉടനെ തന്നെ ആ സമയത്താണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പിന്നെയും അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഗൂഗിൾ മീറ്റ് വഴിയൊക്കെയാണ് യോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഫിസിക്കലായിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ കുറവായിരുന്നു. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് പിണറായി വിജയന് വലിയ അനുഗ്രഹമായിട്ട് മാറിയത്. കോവിഡ് കാലത്ത് 1 മണിക്കൂർ നിങ്ങൾ വൈകുന്നേരം കൊടുക്കുകയല്ലേ, ഞങ്ങളെ വല്ലതും കേൾപ്പിക്കോ? ഞങ്ങളെ ഒരു കാര്യം കേൾപ്പിക്കില്ല. ഈ പിണറായി വിജയന്റെ വൈകുന്നേരം ആടിനെ കെട്ടുമ്പോൾ, കയറ് പശുവിന് വെള്ളം കൊടുക്കുമ്പോൾ പാത്രം കമത്തി വെക്കണം, ഇങ്ങനെയൊക്കെയുള്ള 1 മണിക്കൂർ ഉപദേശം 6 മാസം 3 മാസം അദ്ദേഹം നടത്തി. അതാണ് ആ ഗുണമായത്. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കാലമായിരുന്നു അന്ന്. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു. എല്ലാ സംഘടനയും നേരെ പഴയതുപോലെ തന്നെയായി, ട്രാക്കിലായി നമ്മളെല്ലാ പാർട്ടികളും. ഇവിടെ ബൂത്തിലൊന്നും ഇത്തവണ കുഴപ്പം വരില്ല. ഈ തിരുവനന്തപുരം, തൃശ്ശൂർ, ഇതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്, തുടക്കത്തിൽ ഈ ED അന്വേഷണം പലതും വന്നതോടുകൂടി സുരേഷ് ഗോപിക്ക് ഗുണമാകുന്നു കരുതി. പക്ഷെ ഇപ്പൊ BJPക്ക് തന്നെ ഒരു ബോധ്യം വന്നു, സുരേഷ് ഗോപി ഒന്നും നേടില്ല എന്ന്. അതുകൊണ്ട് അവര് തന്നെ ബോധ്യം വന്ന് അല്പം പ്രചരണത്തിലൊക്കെ ഒന്ന് ഡൗൺ ആയിരിക്കുകയാണ് തൃശ്ശൂര് എന്നുള്ളതാണ്. അതൊക്കെ ദിവാസ്വപ്നം മാത്രം. പിണറായി വിജയൻ വെറുതെ മനപ്പായ സൗണ്ടാണ്. അതൊക്കെ വോട്ടെണ്ണി കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും. തിരുവനന്തപുരത്തിന്റെ സാധ്യത, തിരുവനന്തപുരം തൃശ്ശൂരും ഒന്നും സാധ്യതയെ കുറിച്ച് ഒരു ചോദ്യം പോലും പ്രസക്തമല്ല. കാരണം അവിടെയൊക്കെ ഞങ്ങൾ എന്തായാലും ഇത്തവണ ഞങ്ങൾ അതിനപ്പുറത്തേക്കുള്ള മണ്ഡലങ്ങളിൽ ജയിക്കാനാണ് കാര്യമായിട്ട്. ബാക്കിയെല്ലാ സ്ഥലത്തുള്ള പോലെയല്ല. അവിടെയൊക്കെയുള്ള നല്ല മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ താങ്കൾ സർപ്രൈസ് ആയിട്ടാണ് വയനാട്ടിലേക്ക് പോയത്. ആ മണ്ഡലത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാനന്തവാടി രൂപതയുടെ ബിഷപ്പിന്റെ ഒക്കെ ചില പ്രതികരണങ്ങളൊക്കെ കണ്ടു. ഒരു 80,000-അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല BJPക്ക്. എന്താണ് ഇത്തവണ ഒരു പ്രതീക്ഷ? അല്ല, അങ്ങനെയല്ല. കഴിഞ്ഞ കാലങ്ങളിലെ വോട്ട് നോക്കിയിട്ടല്ലല്ലോ. ഇപ്പൊ പത്തനംതിട്ട ഇപ്പൊ എന്താണ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ തവണ അവിടെ എന്തുണ്ടായിരുന്നു? ഈ ചോദ്യം കഴിഞ്ഞ തവണ എന്നോട് ചോദിച്ചതാ, നിങ്ങൾക്ക് ഇത്രേ വോട്ടുള്ളൂ. പക്ഷെ എണ്ണി കഴിഞ്ഞ 3 ലക്ഷം കിട്ടിയല്ലോ. അപ്പൊ കഴിഞ്ഞ തവണത്തെ വോട്ട് നോക്കിയിട്ടല്ല അടുത്ത തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. എന്നാ പിന്നെ അതേപോലെ തന്നെ ഇലക്ഷൻ നടത്തേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ വോട്ടും ഇത്തവണത്തെ വോട്ടും തമ്മിൽ അന്തരം അത് നോക്കിയിട്ടൊന്നും അല്ല ജനങ്ങൾ ചിന്തിക്കുന്നത്. ജനങ്ങൾ നിലവിലുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെ ഇത്തവണ, അതായത് ഇതുവരെ ഇല്ലാത്തൊരു, പലതവണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേൾക്കുന്നതാണ് BJP അക്കൗണ്ട് തുറക്കും എന്നൊക്കെയുള്ള കാര്യം. ഇത്തവണ അങ്ങനെ വെറുതെ പറയുകയല്ല എന്നാണ്. അല്ല, അക്കൗണ്ട് തുറക്കും. ഞങ്ങൾ ഡബിൾ ഡിജിറ്റ് സംഖ്യയ്ക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അതിനുള്ള കഠിന പരിശ്രമത്തിലാണ്. അത് വിജയിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എന്തായാലും അതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഡബിൾ ഡിജിറ്റ്, അതായത് ഇരട്ട അക്ക സീറ്റുകൾ, അതായത് 10-ലധികം സീറ്റുകൾ എന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാ ആശംസകളും K. സുരേന്ദ്രൻ.